ഹായ് ഓൾ. മിറക്കിൾ മോർണിംഗ്സ് എന്ന മോർണിംഗ് പ്രാക്ടീസിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൈലൻസിനെ കുറിച്ചാണ് പറഞ്ഞത്, അതായത് മെഡിറ്റേഷൻ അഥവാ ധ്യാനം. സെർവേഴ്സിൽ രണ്ടാമത്തേത് എ എന്നതാണ്. എ നമ്മൾ അഫർമേഷൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ആവർത്തിച്ചുള്ള ഉറപ്പിക്കൽ, അതായത് സ്ഥിരീകരണം, വിശ്വാസത്തിലേക്ക് തന്നെ നയിക്കുന്നു. ആ വിശ്വാസം ഉത്തമ ബോധ്യമായി മാറുന്നതോടെ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാൻ തുടങ്ങുന്നു. നിങ്ങളൊരു വിജയമാണെന്ന് ഉപബോധ മനസ്സിനെ ബോധ്യപ്പെടുത്തും വരെ നിങ്ങളൊരു വലിയ പരാജയമായിരിക്കും. അതൊരു സ്ഥിരീകരണത്താൽ സാധ്യമാവുക തന്നെ ചെയ്യും. അത് ഫലിക്കുകയും ചെയ്യും. ഞാൻ മഹാനെന്ന് ആവർത്തിച്ച് ഉരുവിട്ട് ഉറപ്പിച്ച മുഹമ്മദ് അലി അങ്ങനെയായി. ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നേടാൻ കഴിയുന്ന വ്യക്തിയായി ഞൊടിയിടയിൽ ആയിത്തീരാനുള്ള ഫലപ്രദമായ ഒരു ഉപകരണങ്ങളിലൊന്നാണ് അഫർമേഷൻസ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതു മേഖലയെയും അടുത്ത പടിയിലേക്ക് എത്തിക്കാൻ പോകുന്ന മനോഭാവം, ചിന്തകൾ, വിശ്വാസങ്ങൾ, ശ്രദ്ധ രൂപപ്പെടുത്തുന്നതിനും വികസിപ്പിക്കുന്നതിനും സ്ഥിരീകരണം നിങ്ങൾക്ക് സാഹചര്യമൊരുക്കുന്നു. സ്ഥിരീകരണങ്ങൾ ഫലപ്രദമാകുന്നതിന് അവ വായിക്കുമ്പോൾ പൂർണ്ണമായി ഉൾക്കൊണ്ട് തികഞ്ഞ ബോധ്യത്തോടെ വായിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതായത് നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ എഴുതി വയ്ക്കുക. യാന്ത്രികമായി വീണ്ടും വീണ്ടും ഉരുവിടുന്നത് ഒരു ഫലവും ചെയ്യില്ല. നമ്മളോട് തന്നെ നമ്മൾ നിർദ്ദേശിക്കുന്ന സ്ഥിരീകരണത്തിൻ്റെ അർത്ഥവും സാരവും ആഴത്തിൽ ആധികാരികമായി നിങ്ങളുടെ ഉള്ളിൽ പതിയേണ്ടത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അതിനെ അതിൻ്റെ സാരസ്യത്തിൽ തന്നെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ഒരു സ്ഥിരീകരണം നിങ്ങളെ വല്ലാതെ ആവേശം കൊള്ളിക്കുന്നുവെങ്കിൽ വീടിന് മുകളിൽ കയറി നിന്ന് ആനന്ദ നൃത്തം ചവിട്ടുന്നതിൽ പോലും ഒരു അപാകതയുമില്ല. സ്ഥിരീകരണം ഉറക്കെ ചൊല്ലുമ്പോൾ ശരീരത്തെ കൂടി അതിൽ പങ്കെടുപ്പിക്കുന്നത് വളരെ പ്രയോജനമായിരിക്കും. ഉദാഹരണത്തിന്, എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ ഉറക്കെ ചൊല്ലുക, ഇടയ്ക്കിടയ്ക്ക് ആഴത്തിൽ ബ്രീത്ത് എടുക്കുക, മുഷ്ടി ചുരുട്ടി ഉറപ്പിക്കുക, വ്യായാമ മുറകൾ തന്നെ ചെയ്യുക എന്നിവയൊക്കെ പരീക്ഷിക്കാവുന്നതാണ്. അഫർമേഷൻ ചെയ്യുമ്പോൾ ശരീരത്തെ കൂടി പങ്കാളിയാക്കുന്നത് മനസ്സും ശരീരവും ഒന്നായി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ആധികാരികത അനുഭവവേദ്യമാകാൻ അത്യുത്തമമാണ്. നിങ്ങളുടെ സ്ഥിരീകരണക്കുറിപ്പ് അന്തിമമല്ലെന്ന് മറക്കാതിരിക്കുക. നിങ്ങളെ എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. പഠിക്കുന്നതിനും വളരുന്നതിനും രൂപപ്പെടുത്തുന്നതിനും അനുസരിച്ച് സ്ഥിരീകരണവും മാറണം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു ലക്ഷ്യത്തെ, പുതിയൊരു സ്വപ്നത്തെ, വ്യത്യസ്തമായൊരു ശീലത്തെ അല്ലെങ്കിൽ വേറിട്ടൊരു ദർശനത്തെ ഉൾച്ചേർക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ഥിരീകരണത്തിൽ അത് ചേർത്ത് പുതുക്കി എഴുതുക. നിങ്ങളൊരു ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ, ഒരു ശീലത്തെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ അത് വീണ്ടും ആവർത്തിക്കാൻ മെനക്കെടേണ്ടതില്ല. അത് ഒഴിവാക്കുക. ഒടുവിലായി, ഒട്ടും പ്രാധാന്യം കുറവല്ലാത്തൊരു കാര്യം, ദൈനംദിന സ്ഥിരീകരണങ്ങൾ, അതായത് അഫർമേഷൻസ് വായിക്കുന്നതിൽ സ്ഥിരത പുലർത്തുക. വീഴ്ച വരുത്തരുത്. അത് ദിവസവും വായിക്കുക തന്നെ വേണം. ഇടയ്ക്കിടെ ചെയ്യുന്ന വ്യായാമങ്ങൾ പോലെയാകരുത് ഒരിക്കലും നിങ്ങളുടെ അഫർമേഷൻസ്. വല്ലപ്പോഴും ചെയ്യുന്ന സ്ഥിരീകരണങ്ങളും ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാകുന്നത് വരെ അത് ഒരു ഗുണവും നിങ്ങൾക്ക് ലഭിക്കില്ല. അതായത് നിങ്ങളൊരു തത്തയെ പോലെ ചൊല്ലിക്കൊണ്ടിരിക്കുക. വിസ്മയപ്പുലരിയുടെ സാരവും അതുതന്നെ. ഓരോന്നും നിങ്ങളുടെ ജീവിതത്തിലെ ശീലമാക്കി മാറ്റുക. അതായത് മെഡിറ്റേഷൻ, ആദ്യത്തെ ജീവനൗഷധത്തിലെ സെർവേഴ്സ് എന്ന ലെറ്റേഴ്സിലെ ആദ്യത്തെ എസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സൈലൻസ് ആണ്, അഥവാ മെഡിറ്റേഷൻ. രണ്ടാമത്തെ എ ആണ് അഫർമേഷൻസ്. ഈ ജീവനൗഷധങ്ങളിൽ ഓരോന്നും നിങ്ങളുടെ ലൈഫിലെ ശീലമാക്കി മാറ്റുക. അവ നമ്മിൽ അനായാസമായി സംഭവിച്ചു കൊണ്ടിരിക്കും. നിങ്ങൾ വായിക്കുന്ന എന്തും നിങ്ങളുടെ ചിന്തയെ സ്വാധീനിക്കും. പ്രചോദനാത്മകമായി സ്വയം മികവിലേക്ക് എത്താൻ പ്രേരിപ്പിക്കുന്ന പുസ്തകങ്ങൾ ഒരുപാട് നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. സ്ഥിരമായി വായിക്കുന്നത് വിജയം കൈവരിക്കാൻ സഹായിക്കും വിധത്തിലുള്ള ചിന്തകളും വിശ്വാസങ്ങളുടെ മനസ്സിൽ കുരുപിടിപ്പിക്കും. ഭാരം കുറയ്ക്കുക മുതൽ ബന്ധങ്ങൾ മെച്ചപ്പെടുന്നതിന്, ഊർജ്ജസ്വലത വർദ്ധിക്കുന്നതിന്, നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീം, ആത്മവിശ്വാസം അത്യുച്ചത്തിൽ എത്തിക്കുന്നതിന്, കൂടുതൽ പണം നിങ്ങളിലേക്ക് വരുത്തുന്നതിന്, വിഷാദം അകറ്റുന്നതിന് തുടങ്ങി എല്ലാത്തിനും ഉതകുന്ന അഫർമേഷൻസ് നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് നിങ്ങൾ സമയമെടുത്ത് ആലോചിച്ച് നിങ്ങൾ സ്വയം എഴുതുക. എഴുതിയത് നിങ്ങൾ സ്ഥിരീകരണങ്ങൾ രാവിലെയും നിങ്ങൾക്ക് തോന്നുന്ന സമയം, നിങ്ങളുടെ മനസ്സിൽ ഇതിപ്പോൾ വായിക്കാമെന്ന് തോന്നുന്ന ടൈമിൽ, കൂടുതൽ ഫലപ്രദമാകുന്ന ടൈം നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന ആ സെക്കൻഡ്, ആ സമയം, ആ 10 മിനിറ്റ് വളരെ വളരെ അത്ഭുതകരമായ ടൈമാണ്. അതുപോലെ നമ്മൾ ഉറക്കത്തിലേക്ക് വീഴാൻ പോകുന്ന ആ കുറച്ച്
മിനിറ്റുകളും നമ്മളുടെ ലൈഫിനെ മാറ്റി മറിക്കാൻ പോകുന്ന ടൈമാണ്. ഈ 2 ടൈം നമ്മൾ വളരെ യൂസ്ഫുള്ളാക്കാൻ ശ്രമിക്കുക. അതായത് അഫർമേഷൻസ് നമ്മളുടെ ഉപബോധ മനസ്സിലേക്ക് കോപ്പി ചെയ്യുന്നതിന്, അച്ചടിച്ച് വയ്ക്കുന്നതിനുള്ള സമയമാണ് ശരിക്കും പറഞ്ഞാൽ ഈ 2 ടൈമും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ആ ടൈമിനെ മിസ് ചെയ്യാതിരിക്കുക. ബാക്കിയുള്ള പകൽ നേരങ്ങളിൽ നിങ്ങൾ ടൈം കിട്ടുന്നതനുസരിച്ച് നിങ്ങളുടെ അഫർമേഷൻസ് നിങ്ങൾ സ്ഥിരമായൊരു പാട്ട് പോലെ ചൊല്ലിക്കൊണ്ട് നടന്നാൽ പോലും നമ്മളുടെ ഉപബോധ മനസ്സത് കോപ്പി ചെയ്യും. പക്ഷേ ഏറ്റവും അത്യുത്തമമായ സമയമെന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ ഉടനെയും നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേയുള്ള ടൈമുമാണ്. അതായത് നമ്മളുടെ ഉപബോധ മനസ്സ് നമ്മളുടെ ഒരു കാവൽക്കാരനെ പോലെ നമ്മളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്. അതിന് നമ്മൾ എന്താണ് പറയുന്നത് അത് മാത്രം അനുസരിക്കുന്നതാണ് നമ്മുടെ ഉപബോധ മനസ്സ്. എന്താണ് എൻ്റെ യജമാനന് വേണ്ടത് എന്ന് അനുസരിക്കാനായി തയ്യാറായി നിൽക്കുന്നതാണ് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ജോലി. അതിനാൽ തീർച്ചയായും നിങ്ങൾ ഈ ടൈം മിസ് ചെയ്യാതിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുള്ളായെന്ന് തന്നെ ഞാൻ കരുതുന്നു. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.